നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. ഇന്ന് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധി ധർമ്മ സങ്കടത്തിലായി. സുധീഷ് ഇതിനായിട്ടും എത്തിയിട്ടില്ല. പണം സുധീഷ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയോ? കാരണം വീട്ടുകാരൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന അങ്ങനെയാണ്. പക്ഷെ സുധീഷ് അങ്ങനെ ചെയ്യുമെന്ന് നിധിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് സുധീഷിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകള് അവന്റെ കൈയും കാലും ഒക്കെ ഒരു കസേരയോട് ചേർത്ത് ബന്ധിക്കുകയാണ്. അതിനുശേഷം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവന്റെ എടുക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞ് എന്നെ അഴിച്ചു വിടറാന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട്. ഒടുവില് അവന്റെ വായിക്കകത്ത് സെല്ലോ ടേപ്പ് അങ്ങോട്ട് ഒട്ടിച്ചു. നീ അങ്ങനെ കടന്ന് ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞിട്ട്. ഈ സമയത്ത് അരുൺ എന്ത് ചെയ്തു? തന്റെ ഫോൺ എടുക്കാനായിട്ട് അങ്ങ് നടന്നു പോകുമ്പോഴത്തേനും രാജീവ് പറഞ്ഞു, എടാ നിന്റെ കാലിനല്ലേ ഉളുക്ക് പറ്റിയെന്ന് പറഞ്ഞു. എന്നിട്ടാണോ നീ ഇങ്ങനെ നടക്കണേ? അതിനിപ്പം ഇവിടെ ആരുമില്ലോ, അമ്മയും ഞാനും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. എങ്ങാനും നിധി എങ്ങനെ കണ്ടുകൊണ്ട് വന്നാലോ? നിധിയോ സാന്ദ്ര ആരെങ്കിലും കണ്ടുകൊണ്ട് വന്ന കള്ളത്തരം പൊളിയില്ലേന്ന് ചോദിച്ചു. ഓ ഇല്ല അച്ഛാന്ന് പറഞ്ഞു. എടാ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒടുവില് അരുൺ പോയി ഫോൺ എടുത്തു. അപ്പോഴാണ് ഫോണിനകത്ത് ആ വീഡിയോ വരുന്നത്. പെട്ടെന്ന് അരുണെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ സുധീഷിന്റെ വീഡിയോ, സുധീഷിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്. അത് കൊണ്ടുവന്ന് അമ്മയും അച്ഛനും കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം രാജീവിന്. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. ഇങ്ങനെ തന്നെ വേണം, അവനിട്ടുള്ളത് എന്താണെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സമയം ഹേമ പറഞ്ഞു, അല്ല ഇത് പ്രശ്നമാവോ രാജീവേട്ടാന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ആവാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരുന്നു. ഇത്രയും നാളും അവൻ കളി കളിച്ചു. ഒരു 2-3 മാസക്കാലം എന്റെ പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഇനി അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ്. ആ സമയത്ത് നിധി അങ്ങോട്ടേക്ക് വരുന്നേ. നിധി വന്നു കഴിഞ്ഞപ്പോൾ രാജീവും ഭയങ്കര ഇങ്ങനെ സങ്കടം അഭിനയിച്ചു. എന്നാലും എന്റെ മോളെ ഇങ്ങനെ അവൻ ചെയ്യുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ? അച്ഛാ സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് ആരാ പറയാൻ? ഞാൻ നിനക്ക് 3-4 മാസത്തെ പരിചയമുള്ള അവനുമായിട്ട്. വെറും ഒരു ഡ്രൈവറല്ലേ അവൻ എത്രക്കാരനാന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചു. അല്ലച്ചാ അങ്ങനെ ഒരിക്കലും സുധീഷ് ചെയ്യില്ല, എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വിശ്വാസം ഉണ്ട് പോലും, അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം. അപ്പോഴേക്കും നിധി പറഞ്ഞു, അങ്ങനെയാണൊരു കാര്യം ചെയ്താലോ അച്ഛാ, പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ? സുധീഷിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ, പോലീസിനോട് കാര്യങ്ങളൊക്കെ പറയാം. അത് കേട്ടപ്പോ രാജീവ് അരുണൊക്കെ ഒന്ന് ഞെട്ടി. പോലീസ് കംപ്ലൈന്റ് കൊടുത്ത കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുമല്ലോ. പെട്ടെന്ന് രാജീവ് പ്ലേറ്റ് മാറ്റിയിട്ട് പറഞ്ഞു, അയ്യോ അത് വേണ്ട മോളെ, നിനക്കറിയാലോ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഇത്രയും പണം എങ്ങോട്ട് കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി, അതൊക്കെ ടാക്സ് ഒക്കെ വെട്ടിക്കുന്ന പണമല്ലേ. അതിനെക്കുറിച്ചൊക്കെ പോലീസ് കംപ്ലൈന്റ് കൊടുത്താൽ പോലീസ് അവസാനം നമ്മളെ പിടിച്ചകത്തിടും. അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. അല്ലച്ചാ അത് മോളെ, അവസാനം നിന്റെ അച്ഛനും ഏട്ടനൊക്കെ അകത്ത് കിടക്കേണ്ടി വരും ആ പണത്തിന്റെ കാര്യത്തില്. അതൊക്കെ നമ്മൾ രഹസ്യമായിട്ട് കൊടുത്തു വിടുന്ന പണമല്ലേ, അതിന്റെ രേഖകളും കാര്യമില്ലാത്ത. ഇത് നിന്നോടെയും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നീ പഠിച്ച കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചു. അല്ലപ്പം സുധീഷിന്റെ കാര്യത്തില് അവൻ ആ പണം അടിച്ചോണ്ട് പോയെന്ന് തന്നെ എന്റെ വിചാരം. അല്ലെങ്കിൽ പിന്നെ അവൻ എവിടേക്ക് പോവാനായിട്ടാ, ഇങ്ങോട്ടേക്ക് വരണ്ടല്ലേ. ചെട്ടിയാർക്ക് പണം കൊടുത്തിട്ടില്ല, അത്ര പണം പോയില്ലെങ്കിലും അവന്റെ സ്വഭാവം മനസ്സിലായല്ലോ മോളെ. ഞങ്ങൾ നിന്നെ എത്രമാത്രം കാര്യത്തോടെ വളർത്തിക്കൊണ്ട് വന്നാ. അവനെ പോലുള്ള ഫ്രോഡിന്റെ കൂടെയാണല്ലോ നീ ഇറങ്ങി പുറപ്പെട്ടെ. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നൊക്കെ പറഞ്ഞു. പിന്നീട് അരുൺ പറഞ്ഞു, അച്ഛാ നമുക്ക് പോയാലെന്ന് ചോദിച്ചു. ശരി പോകാം. അല്ല നിങ്ങളിത് എങ്ങോട്ടാ പോണേന്നൊന്നും അറിയത്തില്ലാത്ത മറ്റേ ഹേമ ചോദിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, പോയി അന്വേഷിക്കണ്ടേ അവൻ എവിടേക്കാ പോയത് എന്താന്നൊക്കെ. ആ സമയം സാന്ദ്ര വന്നിട്ട് ചോദിച്ചു, അരുണേട്ടന്റെ കാല് മേലാത്തല്ലേ? കാല് മേലാത്ത സമയത്ത് ഈ വയ്യാത്ത കാലും വെച്ചോണ്ട് അരുണേട്ടൻ എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. നീ അങ്ങോട്ട് മാറി നിൽക്കുക, ഇവിടെ കാലല്ല ഇവിടെ പ്രശ്നം. ബിസിനസ്സും കാര്യങ്ങളൊക്കെ അറിയാലോ. 1-2 അല്ല, ലക്ഷങ്ങളാണ് അവൻ കൊണ്ടുപോയിരിക്കുന്നത്. ആ പണം എവിടെയുണ്ട് എങ്ങനെയുണ്ടെന്നും അറിയത്തില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി. അരുണും രാജീവിനും കൂടെ പോവാണ്. നിധിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. നിധിയോട് ഹേമ പറഞ്ഞു, എന്നാലും എന്റെ മോളെ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ നിന്റെ ഭർത്താവ് നല്ലവനാന്നൊക്കെ പറഞ്ഞ സമയത്ത് അവൻ ഇത്ര ഒരു ഫ്രോഡാന്ന് ഞാൻ ചിന്തിച്ചു പോലും ഇല്ലെന്ന് പറഞ്ഞു. നിധിക്ക് ടെൻഷനായി. നിധി പിന്നീട് മുറിയിലേക്ക് പോയിട്ട് വീണ്ടും സുധീഷിനെ വിളിച്ചു നോക്കുക. വിളിക്കുമ്പോ എല്ലാം സ്വിച്ച് ഓഫ് എന്നാ പറയണേ. എന്തായിരിക്കും സ്വിച്ച് ഓഫ്? ഒരിക്കലും അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ വഴിയുള്ളതല്ല. നിധി പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ തന്നെ സുധീഷ് കൂട്ടിക്കൊണ്ട് പോയതും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവങ്ങളും അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോയതും അതിനുശേഷം വീട്ടിൽ ചെന്നപ്പോഴും തന്റെ കഴുത്തിൽ താലി ആർത്തതും പിന്നെ തനിക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചെന്നും അതൊക്കെ ഓർത്തപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം ഹേമ വന്നിട്ട് പതുക്കെ നിധിയെ നോക്കുന്നുണ്ട്. ഇവൾക്ക് ടെൻഷനായി. ഈ സമയം എന്താളും മാക്സിമം വിനിയോഗിക്കണം എന്നൊരു ചിന്ത ഹേമയുടെ മനസ്സിലുണ്ടായി. ഹേമ പതുക്കെ നിധിയുടെ അടുത്തേക്ക് വന്നു.
എന്നിട്ട് പറഞ്ഞു മോളിവിടെ ഇരിക്കുക, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താമ്മേ? മോളെ നീ രക്ഷപ്പെട്ടെന്ന് തന്നെ കരുതിയാൽ മതി. രക്ഷപ്പെട്ടെന്നോ? അതെ, അവനെപ്പോലൊരു ഫ്രോഡിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം പോയാലും എന്താ മോളെ, അവന്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അല്ലമ്മേ അതിന് നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞു. നിന്റെ അച്ഛനും ഏട്ടനും ഒക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? അവരെത്ര പാവങ്ങളാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അവനെ വിശ്വസിച്ച് അവന്റെ ലക്ഷങ്ങൾ കൊടുത്തു വിട്ടെ. അവന് യാതൊരു പരിചയമില്ല. നിന്നോടുള്ള ആ സ്നേഹം കാരണമാണ് അവനെയും വിശ്വസിച്ച്. അതുമല്ലെങ്കിൽ ഒരു കാരണവശാലും ചെട്ടിയാർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തു വിടില്ലായിരുന്നു. എന്നിട്ടോ അവൻ ചതിച്ചില്ലേന്ന് ചോദിച്ചു. അമ്മേ, സുധീഷ് ചതിക്കില്ല. എന്നിട്ട് നീ അവനെ തന്നെ വിശ്വസിക്കുവാണോ? നിനക്ക് എങ്ങനെ തോന്നുന്നൊക്കെ പറഞ്ഞോണ്ട് കുറെ ചീത്ത പറയണം നിധിയെ. നിധിക്കാണെങ്കിൽ സങ്കടമായി. ആര് പറയുന്നത് വിശ്വസിക്കണം വിശ്വസിക്കണ്ട, സുധീഷ് ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ അപ്പോഴും നിധിക്ക് കഴിയുണ്ടായിരുന്നില്ല. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹരീഷ് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് സുധീഷിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് പറയണേ. ഈ സമയം നികേഷ് സുഭാഷും കൂടെ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താടാ നീ എന്താ കുറെ സമയം ഇങ്ങനെ ആരെയോ ഫോൺ വിളിക്കുന്നത്, ആരെയാ വിളിക്കുന്നതെന്നൊക്കെ സുഭാഷ് ചോദിച്ചു. അത് പിന്നെ സുധീഷിനെയാ. അതെന്ത് പറ്റി? അല്ല, സുധീഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഓ, അവൻ വല്ലേ ഫോൺ ഓഫ് ചെയ്ത് വെച്ചായിരിക്കും. അല്ലെങ്കിൽ അവന്റെ സ്വഭാവം അറിയാലോ, ചിലപ്പോൾ ചാർജ് കുത്തിയിട്ട് കാണത്തില്ല. ചാർജ് ചെയ്തൊന്ന് ഫോൺ ഓഫായി കാണുമെന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, ഞാൻ ഉച്ച തൊട്ട് വിളിച്ചോണ്ടിരിക്കുന്ന ഹരീഷ് സുധീഷ് എന്നെ, പക്ഷെ വിളിച്ചിട്ട് കോള് കിട്ടുന്നുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഒരു നിമിഷം ഒന്ന് ഹരീഷ് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനേ നിധി അടുത്തിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. എടാ എന്താടാ കാര്യം? ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരീഷ് നിധിയെ വിളിക്കുകയാണ്. നിധിയെ വിളിച്ചിട്ട് ചോദിച്ചു, ഏട്ടത്തി സുധീഷ് ഏട്ടൻ വന്നോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അല്ല ഏട്ടത്തി, ശരിക്കും എന്താ സംഭവിച്ചേ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷ് ഫോൺ വാങ്ങിയിട്ട് ചോദിച്ചു, എന്താ നിധി, എന്താ പറ്റിയത്, സുധീഷ് എവിടെ പോയതാന്ന് ചോദിച്ചു. അപ്പൊ ഫോൺ ലൗഡ് സ്പീക്കർ ഇടാനായിട്ട് ഹരീഷ് പറഞ്ഞു. സുഭാഷ് ലൗഡ് സ്പീക്കർ ഇട്ടു. ആ സമയത്താണ് നിധി പറയണ, അത് പിന്നെ എന്റെ അച്ഛനൊരു ജോലി ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു സുധീഷിനെ. കുറച്ച് പണം ഒരു സ്ഥലത്ത് കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട്, ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പക്ഷെ പണം കൊണ്ടുപോയ സുധീഷ് തിരികെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. സുധീഷ് ചോദിച്ചു, തിരികെ വന്നില്ലെന്നോ? അതെ. അവൻ വരുമായിരിക്കും. അല്ല, ഇതുവരെയായിട്ടും അവിടെ വന്നിട്ടുണ്ടോ, വല്ല വിവരം അറിയാന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. നിധിക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ നിധി കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഹരീഷ് ഇങ്ങനെ ആലോചിക്കണം. എന്താടാ നീ ആലോചിക്കുന്നേ? സുഭാഷ് ഏട്ടാ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇതിന്റെ പിന്നില് നിധി ഏട്ടത്തിന്റെ അച്ഛനും ഏട്ടനും ഒക്കെ ആണെന്ന്. അച്ഛനും ഏട്ടനോ? അതെ. എടാ നീ എന്താ കാര്യം തെളിച്ചു പറ. പിന്നീടാണ് പറയണേ സുധീഷിനെ വെല്ലുവിളിച്ച കാര്യമൊക്കെ രാജീവ്. നിധി ഏട്ടത്തിന്റെ അച്ഛൻ ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെ എന്നോട് സുധീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ എന്നിട്ട് നീ ഇതൊക്കെ ഇപ്പോഴാണ് എന്നോട് പറയണമെന്ന് ചോദിച്ചു. അത് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നി. പിന്നീട് അവരോട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പം അതൊക്കെ സുധീഷിന് തോന്നിയതായിരിക്കും തോന്നി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് അവരുടെ പ്ലാൻ ചെയ്തിട്ടുള്ള കളിയാന്ന് തോന്നിയെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും സുധീഷിനെ രക്ഷിക്കണം, സുധീഷിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷിന് ഭയങ്കര വിഷമമായി. നികേഷ് കരയാൻ തുടങ്ങി. ദൈവമേ, സുധീഷിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി. സുഭാഷ് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, നമുക്ക് അന്വേഷിക്കാം, അവനിവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.